ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കൊട്ടിയൂരിലെ ചരിത്രങ്ങളിലൂടെയുള്ള അല്ലെങ്കിൽ കൊട്ടിയൂർ ഐതിഹ്യങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു. കൊട്ടിയൂര് ദക്ഷയാഗ ഭൂമിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ദക്ഷൻ ആരാണ്? ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് ദക്ഷൻ, അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരിൽ ഒരാളാണ് ദക്ഷൻ. അദ്ദേഹത്തെ പ്രജാപതി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ബ്രഹ്മദേവനെ സൃഷ്ടികർമ്മത്തില് സഹായിക്കുകയാണ് പ്രജാപതികളുടെ ധർമ്മം. ദക്ഷ പ്രജാപതി അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായി. സാധാരണ മനുഷ്യനുണ്ടാവാൻ പാടുള്ള ആഗ്രഹമാണ്. പക്ഷെ ദക്ഷനുണ്ടായ ആഗ്രഹം എന്താ വെച്ചാല് ആദിപരാശക്തി തന്റെ മകളായിട്ട് പറക്കണം. അങ്ങനെ ദക്ഷൻ അതിനുവേണ്ടി തപസ്സാരംഭിച്ചു. അപ്പൊ അതിനു മുമ്പേ ദക്ഷന് പുത്രിമാരുണ്ട്. അധികം ആൾക്ക് അറിയാത്തൊരു കഥയാണ്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, അങ്ങനെ 27 നക്ഷത്രങ്ങൾ, രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ. ഈ 27 നക്ഷത്രങ്ങളും ദക്ഷന്റെ പുത്രിമാരാണ്. ദക്ഷൻ തന്റെ സുന്ദരികളായ അതിസുന്ദരികളായ ഈ പുത്രിമാരെ, നക്ഷത്ര കന്യകകളെ അനുയോജ്യനായ ഒരു വരന് വിവാഹം കഴിച്ചു കൊടുത്തു. അത് ചന്ദ്രനാണ്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ദക്ഷൻ ചന്ദ്രനോട് പറഞ്ഞൊരു വാക്ക് തന്റെ എല്ലാ പുത്രിമാരെയും ഒരേപോലെ സ്നേഹിക്കണമെന്നാണ്. അങ്ങനെ ഓരോ ദിവസവും ഓരോ വീടുകളിൽ ഓരോ ഭാര്യമാരുടെ കൂടെയായി ചന്ദ്രന്റെ താമസം. നമുക്കറിയാം ചന്ദ്രൻ ഭൂമിയെ ചുറ്റി വരാൻ 27.4 ദിവസങ്ങളാണ് എടുക്കുക. ഒരു പക്ഷെ അതാവാം ഇതിന്റെ പിന്നിൽ. പക്ഷെ അവിടെയും ചന്ദ്രൻ ഒരു പക്ഷപാതിത്വം കാണിച്ചു. ഈ 27 ഭാര്യമാരില് ദക്ഷപുത്രികളായ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരി തുടങ്ങിയ ഈ നക്ഷത്രങ്ങളില് രോഹിണി നക്ഷത്രത്തിനോട് ചന്ദ്രൻ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായി. മറ്റ് 26 നക്ഷത്രങ്ങള് പിതാവായ ദക്ഷനോട് പരാതി പറഞ്ഞു. ഒരു പ്രാവശ്യം ദക്ഷൻ ചന്ദ്രനെ ഉപദേശിച്ചു. ചന്ദ്രൻ സമ്മതിച്ചു. പക്ഷെ പിന്നീടും ഇത് തന്നെ ആവർത്തിച്ചു. രോഹിണിയോട് ഒരു പ്രത്യേക സ്നേഹം, പ്രത്യേക വാത്സല്യം, രോഹിണിയുടെ കൂടെ കൂടുതൽ നേരം ചെലവഴിക്കുക തുടങ്ങിയ രീതികളിലായി ചന്ദ്രൻ. ഒടുവിൽ ദക്ഷൻ ചന്ദ്രനെ ശപിച്ചു. നിനക്ക് വൃദ്ധിക്ഷയം സംഭവിക്കട്ടെ, നിനക്ക് ക്ഷയരോഗം ഭവിക്കട്ടെ എന്ന് ദക്ഷൻ ചന്ദ്രനെ ശപിച്ചു. അപ്പൊ ചന്ദ്രന്റെ പ്രഭ ഇങ്ങനെ ഓരോ ദിവസവും കഴിയുന്നതോറും കുറഞ്ഞു വരാൻ തുടങ്ങി. ചന്ദ്രൻ പരിഭ്രാന്തനായി. അവസാനം എല്ലാവരും അഭയം പ്രാപിക്കുന്ന പോലെ ചന്ദ്രൻ മഹാദേവനെ, സാക്ഷാൽ ശ്രീപരമേശ്വരൻ അഭയം പ്രാപിച്ചു. ദക്ഷശാപത്തെ തീർത്തും മാറ്റിക്കളയാൻ ഭഗവാനാവില്ല. ഭഗവാൻ ചന്ദ്രന് തന്റെ തിരുജടയിൽ അഭയം കൊടുത്തു. എന്നിട്ട് ചന്ദ്രന് മറ്റൊരു വരവും കൂടി ഭഗവാൻ കൊടുത്തു. എന്താ വെച്ചാല് ക്ഷയിച്ച് പരിപൂർണമായി ഇല്ലാതായി കഴിഞ്ഞാൽ വീണ്ടും നിനക്ക് വൃദ്ധി ഉണ്ടാവട്ടെ. അതാണ് കറുത്തവാവും വെളുത്തവാവും. അങ്ങനെ ശിവനോട് ദക്ഷന് അന്നേ ഒരു വൈരാഗ്യമുണ്ട്. തൻ്റെ ശാപത്തെ മാറ്റിക്കൊടുത്ത ഒരാൾ എന്ന രീതിയിൽ ശിവനോടൊരു വൈരാഗ്യമുണ്ട്. ആ കഥ തൽക്കാലം നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. ഈ കഥ നമുക്ക് ആവശ്യം വരും പിന്നീട്. നമ്മൾ പറഞ്ഞ ദക്ഷ പ്രജാപതിയെ കുറിച്ചാണ്. ദക്ഷന് ആദിപരാശക്തി മകളായി പിറക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടെ കഠിനമായ തപസ്സാരംഭിച്ചു. വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യത്തില്, ശൈത്യകാലത്തിൽ കഴുത്തോളം ജലത്തിലൊക്കെ നിന്ന് ദക്ഷൻ ആദിപരാശക്തിയെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ തപസ്സനുഷ്ഠിച്ചു. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരാളെ കൈവിടാൻ അമ്മയ്ക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ അമ്മ ദക്ഷന്റെ മുന്നിൽ പ്രത്യക്ഷയായി. ദക്ഷൻ തന്റെ ആഗ്രഹം പറഞ്ഞു. അമ്മേ, അങ്ങ് എൻ്റെ മകളായി പിറക്കണം. ആദിപരാശക്തി
ഈ ആഗ്രഹത്തിൽ നിന്ന് ദക്ഷിണ പിന്തിരിപ്പിക്കാനൊരു ശ്രമം നടത്തി. അമ്മ പറഞ്ഞു, ദക്ഷിണ, ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ കാരണഭൂതയാണ്, മഹാതാണ്ഡവ സാക്ഷിണിയാണ്. എന്നൊരു സാധാരണ സ്ത്രീയുടെ ഗർഭപാത്രത്തിന് ഉൾക്കൊള്ളാനാവില്ല. പക്ഷെ ദക്ഷൻ പിന്മാറിയില്ല. നിരന്തരമായ അപേക്ഷയെ തുടർന്ന് അമ്മ അത് സമ്മതിച്ചു. പക്ഷെ അതിനു മുമ്പ് അമ്മ മറ്റൊരു താക്കീത് ദക്ഷിണ കൊടുത്തിരുന്നു. എപ്പോഴെങ്കിലും ഞാൻ ആദിപരാശക്തിയാണ് എന്ന ബോധം മറന്ന് കേവലം മനുഷ്യ സ്ത്രീയായി എന്നെ നീ എപ്പോൾ പരിഗണിക്കുന്നുവോ അപ്പോ ഞാൻ നിന്നെ വിട്ടുപോകും. ദക്ഷൻ പറഞ്ഞു, അമ്മയെ ഒരിക്കലും സംഭവിക്കില്ല, കാരണം അങ്ങ് ആദിപരാശക്തിയാണ് എന്നെനിക്കറിയാം. അങ്ങനെ ദക്ഷപുത്രിയായി ദക്ഷകൊട്ടാരത്തിൽ ആദിപരാശക്തി ജനിച്ചു. ആ കുഞ്ഞിന് ദക്ഷൻ സതി എന്ന് പേരിട്ടു. പേര് ഓർത്തോളൂ, സതി. സതി എന്ന പെൺകുട്ടി നാൾക്കുനാൾ വളർന്നു വരുന്തോറും അവളുടെ സൗന്ദര്യം വർദ്ധിച്ചു വന്നു. സകല രാജകുമാരന്മാർക്കും സതിയെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ സതിയെ ഭാര്യയാക്കണം എന്നുള്ള അതിയായ മോഹമുണ്ടായി. പക്ഷേ മറ്റാരും അറിയാതെ ഒരു പ്രണയം, അഗാധമായ ഒരു പ്രണയം സതി മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്നു. ദക്ഷൻ എന്നല്ല, ലോകത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളോടായിരുന്നു സതി എന്ന സുന്ദരിയുടെ പ്രണയം. അതാരാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ആ പ്രണയം എന്തൊക്കെ സംഭവങ്ങളുടെ കാരണമായി എന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സ്റ്റേ ട്യൂൺഡ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഈ കൊട്ടിയൂർ ഉത്സവകാലത്ത് ആശംസിക്കുന്നു. ശ്രീമാത്രേ നമഃ. നമഃ ശിവായ.